എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് ആർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടുക്കാച്ചി ചിക്കൻ കറിയാണ് കേട്ടോ. നമ്മുടെ അമ്മമാര് പണ്ടുണ്ടാക്കി തന്നിരുന്ന അതേ തനി നാടൻ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ കറിയുടെ പാചകവും. ഈ ഒരു രുചി അറിഞ്ഞാൽ നിത്യവും വീട്ടിലുണ്ടാക്കി കഴിക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ആദ്യമായിട്ട് പാചകം ചെയ്യുന്നവർക്ക് വരെ ഈസി ആയിട്ട് വീടുകളിൽ തയ്യാറാക്കി എടുക്കാനും സാധിക്കും. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു ചിക്കൻ കറിയുടെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് കോഴിക്കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1.5 കിലോ അളവിലുള്ള കോഴി കഴുകി വൃത്തിയാക്കി ഇതിന്റെ വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുവാണ്. ഇന്നത്തെ നമ്മുടെ കോഴിക്കറി ഫ്രൈ ചെയ്തതിന് ശേഷമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ആദ്യമേ തന്നെ ചിക്കൻ പീസുകളൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഉപ്പ് ചേർക്കാം, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി 1 സ്പൂൺ അളവില് മുളക് പൊടി ചേർക്കാം, 1 നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കണം, കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ അളവില് ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ചിക്കൻ പീസുകൾ കുഴച്ചു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി മാറ്റി വെക്കണം. ആ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ മറ്റുള്ള ചേരുവകളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലൊരു അരമുറി നാളികേരം നമുക്കൊന്ന് തിരുമിയെടുക്കാം. നാളികേരം തിരുമിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവില് പെരിഞ്ചീരകം, 1 ടീസ്പൂൺ അളവില് കുരുമുളക്, 2 തണ്ട് കറിവേപ്പില, ഇത്രയും ചേരുവകൾ ചേർത്ത് നമുക്ക് നാളികേരം വറുത്തെടുക്കാം. ഇനി നമുക്ക് നാളികേരം വറുത്തെടുക്കാം. ഇതിനായിട്ട് ഒരു അയൺ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാനിപ്പോ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നാളികേരം പാനിലേക്ക് ചേർക്കാം. ഇനി നല്ലോണം ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. ഇപ്പോൾ നാളികേരത്തിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമായാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക്, പെരിഞ്ചീരകം, കറിവേപ്പില ചേർക്കാം. കൂടെ തന്നെ ഒരു 6 ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു തക്കോലത്തിന്റെ കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു ചെറിയ ജാതിപ്പൂവ്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവില് കശകശ കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലോണം മസാലകൾ ഒന്ന് മുരിയിച്ചെടുക്കാം. കശകശ നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കിക്കോളൂ കേട്ടോ. ഇതെല്ലാം ഒന്ന് മുരിയിച്ചെടുക്കാം. നാളികേരം ഇപ്പോൾ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ സ്റ്റെപ്പ് ഒന്ന് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് നല്ല ഗോൾഡൻ കളറിലേക്ക് ആയി വരുന്നത് വരെയും നാളികേരം വറുത്തെടുക്കാം. ഇപ്പോൾ നാളികേരം നല്ലോണം തന്നെ മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി നാളികേരത്തിലേക്ക് 1 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി ചേർക്കാം, 1 നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. ഇനി നല്ലോണം തന്നെ ഒന്നുകൂടെ ഇളക്കി മുരിയിച്ചെടുക്കാം. ഈ ഒരു ചട്ടിയുടെ ചൂടിൽ തന്നെ വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയുടെ ഗ്രേവിക്കായിട്ടുള്ള മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ ചൂടൊന്ന് ആറി വരുമ്പോഴേക്കും ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചുകൂടെ വെക്കാം. ഇനി നമുക്ക് ഈ നാളികേരം വറുത്തത് താഴേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. അതിനുശേഷം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ചൂട് കെട്ടിയുള്ള ഉരുളി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ വറുത്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കി എടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ചിക്കൻ പീസുകൾ എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ 2 തവണകൾ കൊണ്ടാണ് ചിക്കൻ പീസുകൾ ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ള ചിക്കൻ പീസുകൾ ഇവിടെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ പീസുകൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒരുപാട് നേരമൊന്നും ചിക്കൻ പീസുകൾ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് 2 വശവും ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരിഞ്ഞു കിട്ടിയാൽ മാത്രം മതിയാകും. കാരണം നമ്മൾ ഗ്രേവിയിലിട്ട് ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മുരിയിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ 2 തവണകൾ കൊണ്ട് നമ്മുടെ ചിക്കൻ പീസുകൾ ഇവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ പാനിലേക്ക് തന്നെയാണ് കറിയുടെ ഗ്രേവിയും നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഗ്രേവി തയ്യാറാക്കി എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിന്റെ ആ ഒരു കരിഞ്ഞ മുരിവൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ചിക്കൻ പീസുകളും മുരിവും കോരി മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 4 സവാള കട്ട് ചെയ്തതാണ് ചേർക്കേണ്ടത്. ഈ സവാള നല്ലോണം തന്നെ ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വഴറ്റുന്ന സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലോണം ഒന്ന് വഴറ്റാം. സവാള വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു 3 ബോള് വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് വെക്കണം.
അതുപോലെ നമ്മുടെ മസാലകളുടെ ചൂട് ആറി വന്നിട്ടുണ്ട്. മസാലകളും ഒന്ന് അരച്ചു വെക്കണം. ഇപ്പോൾ നമ്മുടെ സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഇതെല്ലാം ഒന്ന് മുരിഞ്ഞു വരട്ടെ, അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. കൂടെ തന്നെ ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടെ വഴറ്റാം. ഇപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1.5 സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1 സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പൊടികൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം തന്നെ ഇളക്കി കൊടുക്കാം. പൊടികൾ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഇതുപോലുള്ള 2 ചെറിയ കായ നുറുക്കിയതാണ് ചേർക്കാൻ പോകുന്നത്. കായ ഇതുപോലെ ഒന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കായ കഷ്ണങ്ങൾ ഈ ഒരു മസാലയിലേക്ക് ചേർക്കാം. ഇനി ഗ്രേവിയിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. കായ കഷ്ണങ്ങൾ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കഷ്ണങ്ങളൊന്ന് വെന്ത് കിട്ടാനും വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ മസാല ഫ്രൈ ചെയ്തെടുത്ത അതേ പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി വീണ്ടും നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടൊന്ന് മൂടി വേണം വെച്ചു കൊടുക്കാനായിട്ട്. കായക്ക് അധികം വേവില്ലാത്തത് കൊണ്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ വേവായി കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് മൂടി വെച്ചു കൊടുക്കാം. കഷ്ണങ്ങളൊന്ന് വെന്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ കായ കഷ്ണങ്ങൾ മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിയുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് തന്നെ കുറുകിയ പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഈ ഒരു ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ പീസുകൾ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഈ ഒരു ഗ്രേവി ഇരിക്കുന്നത്. നമുക്കിതിലേക്ക് ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഗ്രേവിയിലേക്ക് ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇനി ഒരുപാട് സ്റ്റെപ്പുകളൊന്നും തന്നെ ഇല്ല. കറി നല്ലോണം ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതിയാകും. കറി തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 3 മിനിറ്റും കൂടെ ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി 5 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ പണിയില്ല. കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഗ്രേവി കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവി ഇതുപോലെയാണ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ അരപ്പ് കറിയിലേക്ക് ചേർക്കാം. ഈ ഒരു അരപ്പാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത്. അതുപോലെ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടുന്നത്. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറ് കഴിയിട്ട് കുറച്ച് വെള്ളം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഗ്രേവി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പൊ നമ്മുടെ കറിയുടെ ആ ഒരു കളറെല്ലാം മാറി നല്ലൊരു മെറൂൺ കളറിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. ഗ്രേവി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം ഒന്നും തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഈ സമയത്ത് കറിയുടെ ഉപ്പ് നോക്കാവുന്നതാണ്. ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മുടെ കോഴിക്കറിയുടെ പാചകം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കാണുമ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിൽ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു ചിക്കൻ കറിയുടെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.